ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഗോള അയ്യപ്പ സംഗമത്തെ മറ്റൊരു തലത്തിലെത്തിക്കാനാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങൾ പലയിടത്തും ഉണ്ടാകും. ഏതെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ആ പോറ്റി ഒരു ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണല്ലോ. ആ വെളിപ്പെടുത്തല് അവിടുത്തെ ചില കാര്യങ്ങൾ കാണാനില്ല എന്നുള്ളതായിരുന്നു. വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നൊരു കാര്യമായിരുന്നു അത്. ആ ഘട്ടത്തിൽ നടക്കുന്ന അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെക്കുറിച്ച് അത്ര കണ്ട് പുറത്തു വരരുത് എന്ന് പലർക്കും നിർബന്ധമുള്ളതുകൊണ്ട് അതങ്ങനെ വന്നില്ല എന്നാണ് തോന്നുന്നത്. എല്ലാ രാഷ്ട്രീയ തലത്തിലല്ലാതെ വേറൊരു ഗൂഢാലോചന വരില്ലാലും ഈ അയ്യപ്പ സംഗമം എന്നത് നടന്നുകൂടാകുന്ന നിർബന്ധമുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല ബദൽ സംഗമം നടത്താൻ പറ്റുമെന്നും ആലോചിച്ചിരുന്നു. അത്തരം ശക്തികൾക്കൊക്കെയുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ. ആ അന്വേഷണം നടന്നാലുണ്ടാകുന്ന ഗുണം, ഇതിലാരൊക്കെ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, ആരൊക്കെ പുറമേ നിന്ന് സഹായിച്ചിട്ടുണ്ട്, പുറമേ നിന്നുള്ള പങ്കാളിത്തം ആർക്കൊക്കെ ഉണ്ട്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അവരെല്ലാം നിയമത്തിന്റെ കരങ്ങളിൽ എത്തപ്പെടും. അതുവരെ കാക്കാം നമുക്ക്. ഡൽഹിയിൽ വെച്ചാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദും തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സെയിലാബ്ദീനും ചേരുന്നുണ്ട്. ആദ്യം ധനസുമോദിലേക്കാണ്. സുമോദ്, ഈ സ്വർണ്ണപ്പാളി വിവാദമടക്കം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയോട് അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായതിനും ഒരു ഗൂഢാലോചനയുണ്ട്, അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിലൂടെ എന്താണ് മുഖ്യമന്ത്രി അർത്ഥമാക്കുന്നത്? സുമോദ്, സർക്കാരിന് കിട്ടേണ്ട ഒരു ക്രെഡിറ്റ് ഇല്ലാതാകുകയും ആ തരത്തിൽ സർക്കാരിന് ഒരു താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അയ്യപ്പ സംഗമം ഉണ്ടായപ്പോൾ അതിന് ബദൽ അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ വരെ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗൂഢാലോചന എന്നുള്ളൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത്. മാത്രമല്ല, ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്ന് ചോദിച്ചപ്പോൾ ഗൂഢാലോചന രാഷ്ട്രീയമല്ലാതെ മറ്റെന്ത് എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു പ്രധാനമായും ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഹൈക്കോടതിയും സർക്കാരും ഒരേ ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞത്. കാര്യം കുറ്റവാളികൾ ആരായാലും അവർ പിടിക്കപ്പെട്ടിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മാത്രമല്ല, ചില പോറ്റികൾ, ചില അവതാരങ്ങൾ ഇത്തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, അവരെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കൃത്യമായ ഒരു നടപടിയെടുക്കും എന്ന് ചോദിച്ചപ്പോൾ ദേവസ്വം ബോർഡ് ഇതിനകത്ത് പങ്കാളിയാണോ, ദേവസ്വം ബോർഡിനെതിരെ നടപടിയെടുക്കുമോ എന്നുള്ളൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന അന്വേഷണത്തിൽ അവർക്കുള്ളൊരു പങ്ക് ഇത്തരത്തിൽ കുറ്റകരമായ രീതിയിൽ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇനി നടപടി മുന്നോട്ട് പോവുകയാണ്, മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രി സംസാരിച്ചിരിക്കുന്നത്. ഇതൊരു ഗൂഢാലോചന എന്ന വഴി ഉയർത്തുന്ന വഴി മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു വിവാദം ഉണ്ടാക്കുന്നത് തന്നെ ഈ ഒരു കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന വെച്ചുകൊണ്ട് തന്നെയാണ്. ഇതിൽ സർക്കാരിന് വലിയ പങ്കില്ല. ഈ തരത്തിൽ കേസ് ഉണ്ടാക്കുന്നതും ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടാക്കുന്നതെല്ലാം ഒരു പ്രതിപക്ഷത്തിന്റെ, അതും പ്രത്യേകിച്ച് BJPയുടെ തലയിൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇവിടെ മുഖ്യമന്ത്രി നടത്തിയത്. ശരി, സെയ്ഫ് സെയിലാബ്ദീൻ കൂടെ ചേരുകയാണ്. സെയ്ഫ്, ഇന്നിപ്പോൾ പുറത്ത് വന്ന വിവരങ്ങൾ, അത് ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അതിനെ എത്രത്തോളം ഒരു ഗൗരവതരമായി കണ്ട് മറുപടി പറഞ്ഞതായി തോന്നിയില്ല. ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്താനുള്ള ശ്രമം, അപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവിടേക്ക് മാത്രം കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം, വളരെ നേർത്ത ഒരു രാഷ്ട്രീയ ഡിഫൻസ് അല്ലേ എന്ന് മുഖ്യമന്ത്രി നടത്തിയത്? ജിൽസി, അതിനകത്ത് സംഘപരിവാറിനെ ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രി ചില പരാമർശങ്ങൾ നടത്തിയത് എന്ന് വ്യക്തമാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമം കലക്കാൻ വേണ്ടിയുള്ള നീക്കം ചില ആൾക്കാർ നടത്തി, അതിന് പകരമായി ബദൽ സംഗമം നടത്താൻ വേണ്ടിയുള്ള നീക്കം നടത്തി എന്ന് പറയുമ്പോൾ സംഘപരിവാറാണ് ബദൽ സംഗമം. ഈ 20-ാം തീയതി ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു, 22-ാം തീയതി ബദൽ സംഗമം നടക്കുന്നു, അവരാണ് ഇതിന് പിന്നിലെന്ന ധ്വനി മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അത്